സ്വാമിയെ ശരണം. ഒന്ന് കഴിഞ്ഞ് ഇതോ സമാധാനത്തിലിരിക്കായിരുന്നു. ഒരു സൂർപ്പനയ്ക്ക് ഒരു എന്താ പറയുക ഇടുമ്പിയും പൂമ്പിളയ്ക്ക് ഇതാ മറ്റൊന്ന് വരുന്നു മേരിൻ്റെ അവതാരവും പറഞ്ഞിട്ട്. അവൾക്ക് 46 വയസ്സായി പോലും അവൾ ശബരിമലയിൽ പോകും പോലും ഒന്ന് കാണാൻ അത് അനുവദിക്കും എന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ. ഇവളെല്ലാം പെണ്ണാണോ? ഷാർജി കിടക്കണവളും അങ്ങ് ഷാർജി കിടന്നൂടെ? അവൾ തീർത്ഥയാത്ര ചെയ്യും പോലും. അപ്പോൾ ഹിന്ദു മുസ്ലിംസ് ക്രിസ്ത്യൻ എല്ലാം അതോ അവൾക്ക് ഒന്നാണത്ര, ഏകം ഒന്നാണെന്നുണ്ടെങ്കിൽ ഇവളെല്ലാം പെണ്ണാണെന്ന് പറയാൻ പറ്റുമോ? ഇവളെ പെണ്ണാണോ? ഷാർജി കിടക്കണവൾ അങ്ങ് ഷാർജി കിടന്നൂടെ? അവൾ ഏത് അധികാരിയായി എന്താ? പെണ്ണ് തന്നെയല്ലേ? പെണ്ണിന്റെ ഭാഗത്ത് പെണ്ണിന് എന്തുണ്ടോ അത് മാത്രം ചെയ്യുന്നടി അഹങ്കാരികളെ. നിങ്ങൾക്കൊക്കെ ഭർത്താവും മക്കളും കുടുംബവും എല്ലാം ഉണ്ടടി തെണ്ടികളെ. മേരി, ഒരു ഫാത്തിമ ബീവി, ഒരു മറ്റവളുടെ ഒക്കെ പേരറിയില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. സങ്കടമുണ്ട്, നാസിച്ചേ പോകുള്ളടി. നിനക്ക് 46 വയസ്സായി, ഇപ്പോഴേ മൊട്ടുവേദന. നിന്നെ അയ്യപ്പൻ കാണണമെന്ന് അയ്യപ്പൻ പറഞ്ഞോടി തെണ്ടി. നീ എന്തിനാ ശബരിമലയിൽ കയറണേ? പൊയ്ക്കൂടെ നിനക്ക് എവിടെയെങ്കിലും തെണ്ടാന്? തെണ്ടി ഷാർജയിൽ വന്നിരിക്കണവള് കയറാൻ വേണ്ടിയിട്ട്. ഒരു ഫാത്തിമ ബീബി, ഒരു മേരിയും ഒരു മറ്റവളും. എവളാണ്? ഹിന്ദു ആണെങ്കിൽ എന്താണ്, എവളാണെങ്കിൽ എന്താണ്? നിയമം എന്നടി. നിയമം കയ്യിലെടുക്കരുത് എവളും. എവളാ നിനക്ക്, എവനടി നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? മറ്റവളെ കൊണ്ടുപോകണമില്ലേ പോലീസ് ഒരുത്തൻ പൊത്തിപ്പിടിച്ചിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത്, അവൻ ഹെൽമെറ്റ് വെച്ചു കൊടുത്ത്, അവളുടെ പുറകെ അവൾക്ക് ബോഡി ഗാർഡായിട്ട് പോണവൻ ഇങ്ങനെ ജീവിക്കണോ? ഇങ്ങനെ ജോലി ചെയ്തിട്ട് ജീവിക്കണോ? പോയി ചാത്തൂടെ എവിടെയെങ്കിലൊക്കെ. എന്തിനാണ് നിങ്ങൾക്കുള്ള പേര് നിങ്ങൾക്ക് എടുത്തു വയ്ക്കണേ? അയ്യപ്പൻ്റെ സന്നദ്ധി വെച്ചിട്ട് നിങ്ങൾ അനുഭവിക്കാൻ പോണുള്ളടി. നിങ്ങൾ അഹങ്കാരികളെ. നീ 6 മാസത്തിന്റെ മുന്നേ നീ പമ്പ വരെ വന്ന് ഗണപതിയെ കണ്ടു തൊഴുതു പോയോ നീയേ? ഷാർജി കിടക്കണവള് എന്താ നീ പറഞ്ഞേ? എന്താടി നീ പറഞ്ഞേ? എല്ലാ മതവും ഒന്നാണെന്നോ? ഞാനേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തൂങ്ങി മരിക്കേണ്ടി വരും. മറ്റവളെ നിന്നെ കൊണ്ടുപോണോ? പോലീസുകാരെന്താ നിന്റെ പണിക്കാരാടി? പോലീസുകാരൻ നിന്റെ ഇതാണ്? അവരെയും കൂടി ചീത്തപ്പേര് കേൾപ്പിച്ച് അവരും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യുന്നത്? അതൊരു മൊട്ട പോലീസ് പറയണം. അവർ പറഞ്ഞത് ഞങ്ങൾക്കറിയാം, ഞങ്ങളത് ആരോടും പറയേണ്ട ആവശ്യമില്ല എന്ന്. ഇതിനൊക്കെ അവർക്ക് ഒന്നും പറയാൻ പറ്റാതെയും പറയാണ്ടിരിക്കാനും പറയാൻ പറ്റാതെയും അവസ്ഥയിലാക്കിയതൊക്കെ നിങ്ങളല്ലടി നാസങ്ങളെ, നാസുരത്തുകളെ. നിങ്ങളൊരിക്കലും കര പിടിക്കില്ല. നീ തീർത്ഥയാത്ര ചെയ്യുക. നിന്റെ ശവമായിരിക്കും ഇവിടുന്ന് പോണു പെട്ടിയിലിട്ടിട്ട്. നായിൻ്റെ മകളെ, ഈ ശബരിമലയിൽ കയറാൻ ആഗ്രഹിക്കുന്ന പെമ്മക്കൾക്ക് മന്ദബുദ്ധികളടി, മന്ദബുദ്ധികൾ. നിങ്ങളൊക്കെ ശരിക്കുള്ള ആണുങ്ങളുടെ കയ്യിൽ ചൂടറിയാണ്ടടി. ആ ചൂട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങൾ ശബരിമലയും കാണൂല. തീർത്ഥയാത്ര പോകാൻ എന്തുമാത്രം സ്ഥലം കിടക്കണേ ദുഷ്ടേ. പൊടി വല്ല കാശിരാമേശ്വരം, വല്ല വൈകുണ്ഠം, മലയ്ക്ക് പൊടി, ഇമയമലയ്ക്കൊക്കെ വന്നിരിക്കണവള് ഷാർജയെന്ന് ഇവിടേക്ക്. നീ ആരാണ്? നീ എവിടാണ്? നിന്നെ പോലെ ഒരു സ്ത്രീയടി ഞാനും. അയ്യപ്പനെ സ്വന്തം മനസ്സുകൊണ്ട് ഭക്തി കൊണ്ട് പൂജിക്കുന്നവരടി ഞങ്ങളെ 30-35 കൊല്ലം ഞങ്ങൾ ശബരിമലയിൽ പോയി വന്ന കുടുംബത്തിൽ ജനിച്ചവരടി ഞങ്ങള്. നശിച്ചവളെ.